ഞങ്ങളുടെ ഒരുപാട് നാളത്തെ പ്ലാനിങ്ങുകളെല്ലാം ചീറ്റിപ്പോയ ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങളിന്ന് പോകുന്നത്. പക്ഷെ ഞങ്ങൾ വന്ന ദിവസം അടിപൊളിയായിരുന്നു. നല്ല മഴയും കാറ്റും, അത്യാവശ്യം റോഡെല്ലാം വെള്ളം കൊണ്ട് നിറയുന്ന ടൈപ്പ് മഴയുള്ള ദിവസമായിരുന്നു. പക്ഷേ ഞങ്ങളവിടെ എത്തിയ സമയത്ത് എന്താണെന്നറിയില്ല, ഞങ്ങൾക്ക് കാലാവസ്ഥയ്ക്ക് വളരെ അനുകൂലമായിരുന്നു. ഈ സ്ഥലം നിങ്ങൾക്കിപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതെ, നമ്മുടെ സ്വന്തം സാമ്പ്രാണിക്കൊടിയിലേക്കാണ് ഇന്നത്തെ യാത്ര. ഞങ്ങളവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്ത് ബോട്ടിലേക്ക് കയറാൻ നിൽക്കുവാണ്. ഓരോരുത്തരായി ബോട്ടിലേക്ക് കയറി. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം നേരത്തെ തന്നെ അവിടെ സ്ഥലം വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരായിട്ട് കയറി ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് ഞങ്ങളെല്ലാം സെറ്റായിക്കൊണ്ടിരിക്കും. അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടങ്ങാൻ പോവുകയാണ്. എല്ലാവരും ഓരോ ഹായൊക്കെ പറയുന്നുണ്ട്. ഞങ്ങളുടെ കുട്ടികളെല്ലാം വളരെയധികം എക്സൈറ്റഡ് ആണ്. ഞങ്ങളുടെ കൂടെ 2 ചോട്ടാസ് കൂടി ഉണ്ട്. ഈ ട്രിപ്പ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് അവരാണെന്ന് കുറച്ചുകൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങളങ്ങനെ സാമ്പ്രാണിക്കൊടിയിലെ ഭംഗിയൊക്കെ കണ്ട് ഐലൻഡിലേക്ക് എത്തി. ബോട്ടിൽ നിന്നിറങ്ങി അടുത്തതായിട്ട് ഇനി വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേയുള്ള കുറച്ച് തത്രപ്പാടാണ് ഈ കാണുന്നത്. ഞങ്ങളങ്ങനെ വെള്ളത്തിലേക്ക് ഇറങ്ങി. അവിടുത്തെ ചേച്ചിമാരുടെ കയ്യിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. എങ്കിലും ഞങ്ങളുടെ ലക്ഷ്യം അവിടെ ഉണ്ടായിരുന്ന കപ്പയും കക്കയിറച്ചിയും കഴിക്കുക എന്നതായിരുന്നു. പക്ഷേ സംഭവം ചീറ്റിപ്പോയി. സാറ്റർഡേയും സൺഡേയും മാത്രമേ ചേച്ചിമാരുടെ കയ്യിൽ കപ്പയും കക്കയിറച്ചി ഉണ്ടാവുകയുള്ളൂ. ഞങ്ങളൊരു ഉപ്പുമാങ്ങയൊക്കെ വാങ്ങി അഡ്ജസ്റ്റ് ചെയ്തു. ഞങ്ങളങ്ങനെ അതും കഴിച്ച് സാമ്പ്രാണിക്കൊടി ആസ്വദിക്കാനായിട്ട് ഇറങ്ങുവാണ്. കുട്ടികളെല്ലാം നനഞ്ഞിട്ടുണ്ട്. ഒരു ഫോട്ടോ എടുക്കാനുള്ള തത്രപ്പാടാണ് നിങ്ങളീ കാണുന്നത്. വല്ലവിധനെയും അതിൽ ഞാൻ വലിഞ്ഞു കയറി എനിക്ക് വേണ്ട ഫോട്ടോസൊക്കെ ഞാൻ ഒപ്പിച്ചു. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഞങ്ങളുടെ ചോട്ടാസാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത്. അവന്മാരൊന്നും നോക്കുന്നില്ല. വളരെ സേഫായിട്ടുള്ള വെള്ളമായതുകൊണ്ട് അവർ നല്ല രീതിക്ക് എൻജോയ് ചെയ്തു. അങ്ങനെ കുറച്ചധികം നല്ല ഫോട്ടോസും എടുത്ത് നല്ലൊരു മഴവില്ലും കണ്ട് ഞങ്ങൾ മടങ്ങുവാണ്.